എത്ര കണ്ടാലും മതി വരാത്തൊരു കാഴ്ചയാണ് കേട്ടോ. എത്ര നേരം നിന്ന് നമ്മളിങ്ങനെ ആസ്വദിച്ചാലും നമുക്ക് മതി വരില്ല. മുന്തിരിക്കൊലകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാണാനേ അത്രയും കൗതുകകരമായൊരു കാഴ്ചയാണ്. കുട്ടികളെയും മുതിർന്നവരെയൊക്കെ ഒരുപോലെ ആശ്ചര്യപ്പെടുത്തുന്ന, ഉല്ലസിപ്പിക്കുന്ന, ആഹ്ലാദിപ്പിക്കുന്ന ഒരു കാഴ്ച. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ എവിടെയെന്ന് അറിയാലോ അല്ലെ? നമ്മുടെ ഗുണ്ടിൽപേട്ട് പൂപ്പാടത്താണ്. അപ്പൊ നമ്മൾ റീൽസിലൊക്കെ കണ്ടു സൂര്യകാന്തി ചെണ്ടുമല്ലിയൊക്കെ ഗുണ്ടിൽപേട്ട് വിരിഞ്ഞു. പക്ഷെ എവിടെ ഒന്നും ആയിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് പാടത്തായിട്ടുള്ളൂ. നല്ല തിക്കായിട്ട് എവിടെ ആയിട്ടില്ല. ഒരു 2 ആഴ്ച 3 ആഴ്ച കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നല്ല അടിപൊളിയായിട്ടുള്ള സീനറി ആയിരിക്കും. നമുക്ക് ഒരുപാട് ഷൂട്ട് ചെയ്യാൻ പറ്റും, ഒരുപാട് കാണാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് തന്നെ വരണ്ട, ഒരു 2 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഇത് കുറച്ചേ ഉള്ളൂ. സാധാരണ ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ദൂരെ വരെ കാണേണ്ടതാണ്. പക്ഷെ ആയി വരുന്നതേ ഉള്ളൂ. എല്ലായിടത്തും ഒന്നും ആയിട്ടില്ല. മഴ കുറവാണ്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്രാവശ്യം കൃഷിയും കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. എങ്കിലും ഉള്ള ചെണ്ടുമല്ലിയൊക്കെ നല്ല തിക്കായിട്ട് നല്ല വലിപ്പമുള്ള നല്ല സൈസ് സാധനം കേട്ടോ. നല്ല ഫസ്റ്റ് ക്വാളിറ്റി ചെണ്ടുമല്ലിയാണ്. എന്തായാലും നമ്മൾ വന്നാലെന്ന് വിചാരിച്ച് കുറച്ച് സൂര്യകാന്തിക്ക് ഇതാ ഇവിടുന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചേ ഉള്ളൂ, അവിടെ ഇവിടേക്ക് ആയിട്ട് കുറച്ചേ ഉള്ളൂ. സാധാരണ ഇവിടെ കംപ്ലീറ്റ് ആവേണ്ടതാണ്. ഇതിന്റെ ഇടയിലൂടെ വേണം നമുക്കും പോവാൻ. എന്താ രസം നോക്കല്ലേ, നല്ല രസകരമായ ഒരു കാഴ്ച കേട്ടോ. നമ്മളൊരു 5-6 മാസം മുമ്പ് നമ്മൾ ഗുണ്ടൽപേട്ടയിൽ വന്ന് മുന്തിരിപ്പാടത്ത് വന്നായിരുന്നു. നല്ല അടിപൊളി മുന്തിരി നമ്മൾ പറിച്ച് നമ്മൾ ഇവിടുന്ന് തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുപോയി കുറെ ഇവിടുന്ന് കഴിച്ച് മുന്തിരി വിളവെടുക്കുന്ന കാഴ്ച കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഇനി ഒരു 6 മാസം ഗ്യാപ്പ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മുന്തിരി ആവുള്ളൂ. അത് നമ്മൾ നേരത്തെ പഴുത്ത മുന്തിരി അല്ലേ കണ്ടത്, ആ പച്ച കളറിലുള്ള മുന്തിരി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു മാസം കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരു സെപ്റ്റംബർ ലാസ്റ്റോട് കൂടി അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് പഴുക്കും. എന്ത് രസകരമായിട്ടാണ് കിടക്കുന്നതെന്നൊക്കെ. നല്ല കൊല കുത്തി കിടക്കുന്ന മുന്തിരി കണ്ടോ, പച്ച മുന്തിരി. എങ്ങോട്ട് നോക്കിയാലും നല്ല പച്ച കളർന്ന മുന്തിരി നമുക്ക് കാണാൻ കഴിയും. ഇത് കാണാൻ തന്നെ ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് മുന്തിരിപ്പാടത്തേക്ക്. കണ്ടോ, ഒത്തിരി ആൾക്കാർ എത്തിയില്ലേ, ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമാണ് ഈ മുന്തിരിപ്പാടത്തൂടെ ഇങ്ങനെ നടക്കാനും കാണാനും ഒക്കെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരുന്ന സമയത്ത് ഇതെന്താ പറയുക, ഒരു നല്ല സ്മെല്ലായിരുന്നു. ഇതിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നല്ല സ്മെല്ലായിരുന്നു, ഈ മുന്തിരി പഴുത്ത സ്മെല്ല്. ഇപ്പൊ ആ സ്മെല്ലായിട്ടില്ല. കണ്ടോ, ചെറിയ കുട്ടികളൊക്കെ വന്നിട്ട് മുന്തിരി പറിക്കുന്നതും തൊട്ട് നോക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ നമുക്ക് കഴിയുന്നത്. കണ്ടോ നോക്ക്, എന്താ ഒരു ഷൈനിങ് നോക്ക്. അടിപൊളി മുന്തിരികൾ കൊല കുത്തി കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കൊതി വരികയാണ്. അടിപൊളിയായിട്ടുണ്ട്. നല്ല രസകരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എത്ര കണ്ടാലും മതി വരാത്തൊരു കാഴ്ചയാണ് കേട്ടോ. എത്ര നേരം നിന്ന് നമ്മളിങ്ങനെ ആസ്വദിച്ചാലും നമുക്ക് മതി വരില്ല. മുന്തിരിക്കൊലകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാണാനേ അത്രയും കൗതുകകരമായൊരു കാഴ്ചയാണ്. കുട്ടികളെയും മുതിർന്നവരെയൊക്കെ ഒരുപോലെ ആശ്ചര്യപ്പെടുത്തുന്ന, ഉല്ലസിപ്പിക്കുന്ന, ആഹ്ലാദിപ്പിക്കുന്ന ഒരു കാഴ്ച. നല്ല ഫസ്റ്റ് ക്വാളിറ്റി മുന്തിരി എന്നൊക്കെ പറയാം നമുക്ക്. അത്രയും നല്ല കൊലകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. കണ്ടോ, അതൊക്കെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി കൊലകൾ തന്നെയാണ് ഈ കാണുന്നത്.